നഗരസഭാ പ്രദേശത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയും ആരോഗ്യവകുപ്പും വെക്ടർ കൺട്രോൾ യൂണിറ്റും സംയുക്തമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വകുപ്പുതല മേധാവികളുടെ അടിയന്തര യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്തു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷുബിൻ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത് വിജയശങ്കർ, ജില്ലാ എപ്പിഡോമോളജിസ്റ്റ് കിരൺ രാജ്, മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ സുരേഷ്, ഡോക്ടർ ശ്രീജ, നഗരസഭാ സെക്രട്ടറി സജീറൻ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്തു. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ തീരുമാനിച്ചു. വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും രാത്രികാലങ്ങളിലും സന്ധ്യാസമയത്തും വീടുകൾ കേന്ദ്രീകരിച്ച് ജൈവ കൊതുകുനാശിനി സ്പ്രേ ചെയ്യുവാനും രക്തപരിശോധന ഊർജിതമാക്കുവാനും തീരുമാനിച്ചു. വാർഡ് 5 പുറമെ സമീപ വാർഡുകളായ 4, 6, 7, 31 എന്നിവയിലും വീടുകൾ സന്ദർശിച്ച് രക്തം പരിശോധിച്ച് രോഗനിർണയം നടത്തും. വാർഡ് തലത്തിൽ ആരോഗ്യ ജാഗ്രതാ സമിതിയുടെയും സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി ശുചിത്വ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുവാനും അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി രക്തപരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. മഴയുടെ തീവ്രത കുറയുന്ന മുറയ്ക്ക് ഫോഗിംഗ് നടത്തുവാനും ഇതിനാവശ്യമായ ഫോഗിംഗ് മെഷീനുകൾ വാങ്ങുവാനും യോഗത്തിൽ ധാരണയായി. പൊന്നാനിയിലെ മലേറിയ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും തുടർന്നുള്ള മറ്റ് ജാഗ്രതാ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് അടിയന്തരമായി ഒരു അവലോകന യോഗം ചേരുകയുണ്ടായി. നമ്മുടെ ജില്ലാ ഡെപ്യൂട്ടി DMO, അതുപോലെ തന്നെ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ ചുമതലയുള്ള ജില്ലാ ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ജില്ലാതലത്തിലുള്ള മെഡിക്കൽ ടീമിൻ്റെ പ്രതിനിധികളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. പൊന്നാനിയിൽ മലമ്പനി കണ്ടു തുടങ്ങിയതോടുകൂടി നമ്മൾ സംശയിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് 3, 4, 5, 6, 7 വാർഡുകൾ കേന്ദ്രീകരിച്ച് 100ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ വീടുകൾ തോറും കയറി സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണ് ഉണ്ടായിട്ടുള്ളത്. നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ വെക്ടർ കൺട്രോൾ യൂണിറ്റും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വാർഡ് തലങ്ങളിലുള്ള ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ കൂടി സഹകരണത്തോടു കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു അസുഖം ആദ്യം കണ്ട വീടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ ആൾക്കാരെയും നേരിട്ട് വീടുകളിൽ സന്ദർശിച്ച് പരിശോധിച്ച് രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതിൽ രോഗലക്ഷണങ്ങളുള്ളവരെ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ വീടുകളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതും അവരെ മൊസ്കിറ്റോ നെറ്റിനുള്ളിൽ കിടത്തുക എന്നുള്ളതും അവർക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത്. കാരണം കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ഹാനികരമാവുന്ന രോഗമാണ് മലമ്പനി. പക്ഷേ കൃത്യമായ ചികിത്സ നൽകിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അസുഖം മാറുകയും ചെയ്യും. ഇവിടെ ഗുരുതരമാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ മൊസ്കിറ്റോ നെറ്റിനെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരാളിലേക്ക് കൊതുക് കടിച്ചിട്ട് അസുഖം പടരാതിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ. അതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊതുകുകളെ കുറിച്ചുള്ള പഠനം എല്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ പേരിലും അതുപോലെ കൊതുക് നിയന്ത്രണത്തിൻ്റെ മറ്റു മാർഗങ്ങൾ നമ്മുടെ മലേറിയ ഓഫീസറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ചികിത്സാ സൗകര്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഉള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് അഡ്മിഷൻ വേണ്ട രോഗികളെ അവിടെയാണ് കിടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മൊസ്കിറ്റോ പ്രൂഫായിട്ടുള്ള വാർഡിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നതാണ്. അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകൾ എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഗുരുതരമാവുന്ന രോഗികളെ മാത്രം ഇവിടെ നിന്ന് റെഫർ ചെയ്താൽ മതിയാകും. ബാക്കി എല്ലാവർക്കും നമുക്ക് 90% ആൾക്കാർക്കും നമുക്ക് ഇവിടെ തന്നെ ചികിത്സ നൽകാൻ സാധിക്കുന്നു തന്നെയാണ് കരുതുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല, കൌൺസിലർ ഇക്ബാൽ, ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ, ഡോക്ടർ ആഷിഖ് അമൻ, വെക്ടർ ഇൻസ്പെക്ടർ പ്രകാശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ, ബയോളജിസ്റ്റ് മുജീബ് റഹ്മാൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി.
25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.